സർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്, സുപ്രഭാതം, ധന്യമായ പ്രഭാതം. താങ്ക് യു സർ. സർ, കഴിഞ്ഞ 2 ദിവസമായി ചാനലുകളിൽ കാണുന്നത് ഭാഗ്യലക്ഷ്മിയുടെ കണ്ണീരും കിരാവുമാണ്. ഭാഗ്യലക്ഷ്മി ഇപ്പോ കരഞ്ഞ് നിലവിളിച്ച് നടക്കുകയാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലത്രേ. അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്നുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചതിൽ നിന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി. പക്ഷെ ഭാഗ്യലക്ഷ്മിയുടെ വിഷയം അതല്ല. ഭാഗ്യലക്ഷ്മിയുടെ വിഷയം ദിലീപിനെ തൂക്കിലേറ്റില്ല, അല്ലെങ്കിൽ ജീവപര്യന്തം പോലും ദിലീപിന് കൊടുത്തില്ല. അതാണ് ഭാഗ്യലക്ഷ്മിയുടെ വിഷയം. അതിനുവേണ്ടി നെഞ്ചത്തടിച്ച് നടന്ന് ഓരോ ചാനലുകളിൽ കയറി ഇറങ്ങി കരയുകയാണ് ഭാഗ്യലക്ഷ്മി. ഫെഫ്കയിൽ നിന്ന് ഞാനിതാ രാജിവെക്കുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ല. ഡബ്ബിംഗ് നിർത്തിച്ചെന്ന് വീട്ടിലിരുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ല. വേടൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ബലാത്സംഗ വീരൻ ഇവിടെയുണ്ട്. അയാളെ വിളിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് അവാർഡ് കൊടുത്തപ്പോൾ അതിൽ ചിരിച്ചുല്ലസിച്ച് നിന്നപ്പോൾ അതിന്റെ പിന്നണിയിലും കുറെ ഇരകൾ ഉണ്ടായിരുന്നു. ആ ഇരകൾക്ക് വേണ്ടി എന്നാ സ്റ്റേജിൽ നിന്ന് ഈ സ്ത്രീ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ഇവർ കാണിക്കുന്ന ഈ നാടകത്തിന് എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവരും WCCയും ഈ മോങ്ങിക്കരയുന്നത് വെറും നാടകമാണ് എന്നുള്ളത് കേരള സമൂഹം തിരിച്ചറിയണം. WCCയും ഭാഗ്യലക്ഷ്മിയും അല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്, ആണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. WCC അല്ല വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ പ്രാമാണികരും അതുപോലെ പ്രയോക്താക്കളും. മേരി വിൻസ്റ്റൺ ക്രോഫ്റ്റ് എന്ന് പറയുന്ന സ്ത്രീ ആൻഡ് വിൻഡിക്കേഷൻ ഓഫ് ദി വിമൻസ് റൈറ്റ്സ് എന്ന് പറയുന്ന അവരവകാശ പ്രഖ്യാപനത്തിലൂടെ അങ്ങ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തലയ്ക്കൽ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടിയത്. ഇന്ത്യയിൽ തുടക്കം മുതൽ തന്നെ 1947 മുതൽ നമ്മൾ കൊടുത്ത സാർവത്രികമായിട്ടുള്ള വോട്ടവകാശം പുരുഷ സ്ത്രീ ഭേദമന്യേ. ബ്രിട്ടനിൽ വരാൻ എത്ര വർഷമെടുത്തു? അങ്ങനെ പോരാടിയ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. എന്നിരിക്കെ കേരളത്തിലെ WCC വിചാരിച്ചിരിക്കുന്നത് അവർ മാത്രമാണ് ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ സംവാഹകരും അതുപോലെ തന്നെ പ്രാമാണികരും പ്രയോക്താക്കളും എന്നൊക്കെയാണ് അവരുടെ ധാരണകൾ. അവരെ രക്ഷിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം തന്നെ, ഈ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ള WCC ഉൾപ്പെടെയുള്ള ആൾക്കാർ സംരക്ഷിക്കുന്നത് ആരുടെ അധികാരങ്ങളാണ്, ആരുടെ അവകാശങ്ങളാണ്? സിനിമയിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ. സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് അപഗ്രഥിച്ച് നോക്കൂ. ഇറ്റ് ഈസ് എ ടിൻസൽ വേൾഡ്, ഇറ്റ്സ് എ ഗ്രാമർ വേൾഡ്, അല്ലേ? സംശയമുണ്ടോ? ഇല്ല. പാവപ്പെട്ട തെരുവോരത്ത് കിടന്ന് കല്ലടിച്ചു കൂട്ടി ചങ്കു പിളർന്ന് ക്ഷയം ബാധിച്ചു മരിക്കുന്നവരുടെ സംവേദനങ്ങളും വേദനയും അവർ ഉൾക്കൊള്ളുന്നുണ്ടോ ഒരു WCC എങ്കിലും? അവിടെ മംഗളത്തിൽ അജിത് കുമാറിന് നേരെ പ്രകടനം നടത്താൻ പോയി കുറേ സ്ത്രീകൾ. അവരാരെങ്കിലും പാവപ്പെട്ട സ്ത്രീകൾ സ്വന്തം വീടുകളിൽ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങളുടെ വേദനകൾ ആരെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ? സിനിമയിൽ ആരെങ്കിലും അത് ഉൾക്കൊള്ളുന്നുണ്ടോ? നമ്മുടെ സിനിമകളല്ല എന്താണ്? ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, മഹാനടന്മാരുടെ മഹാനൃത്തങ്ങളും അതിനൊപ്പം താളം തുള്ളുന്ന സ്ത്രീകളും അടങ്ങുന്നതല്ലേ? സംവേദനങ്ങളില്ലാത്ത സിനിമകൾ പടച്ചു വിട്ടിട്ട് അതിനകത്തെ ഒരു സ്ത്രീക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞ് അതാണ് ലോകത്തിലെ അഖിലാണ്ട മണ്ഡലത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട സ്ത്രീകൾ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം, അത് കഴിഞ്ഞ ദിവസം കേട്ടു. ഒരു കുട്ടിയെപ്പോലും മദ്യപിച്ചിട്ട് വന്ന് മർദ്ദിച്ച് അവശയാക്കിയ കുട്ടിയുടെ ശബ്ദം നമ്മൾ കേട്ടു. കുട്ടികളുടെ ശബ്ദമുണ്ട്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം. അവരെപ്പോലും പീഡിപ്പിക്കുന്ന വീട്ടിൽ വരുന്ന ബന്ധുക്കളുടെ അതുപോലെ തന്നെ ഉറ്റവരുടെ ഉടയവരുടെ ഒക്കെ ക്രൗര്യങ്ങൾക്ക് മുമ്പിൽ ഇവർ ഈ നാടകം കളിക്കുന്നത് എന്തിനാണ്? കേരളത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ കൊണ്ട് കുറേ സിനിമാക്കാരുടെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നാലെ ക്യാമറയും അതുപോലെ തന്നെ ലൈറ്റുമായിട്ട് കുറേ ചാനൽ വക്താക്കൾ ഓടിയിറങ്ങും. കാരണം എന്താണ്? അവർക്ക് റേറ്റിംഗ് കിട്ടുന്നതാണ്. യഥാർത്ഥ കേരളീയൻ്റെ യഥാർത്ഥ കുടുംബങ്ങളിലെ ചിത്രങ്ങൾ വല്ലതും അവർ കാണുന്നുണ്ടോ? അങ്ങോട്ട് ടോർച്ചടിക്കണമെന്നല്ല പറഞ്ഞേ, അവിടെയും വേദനകളുണ്ട്. ആരോടും പറയാനില്ലാതെ, ആരും സഹായിക്കാനില്ലാതെ വേദനകളെല്ലാം കടിച്ചമർത്തി സഹിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. അവരെപ്പറ്റി ഇവരാരെങ്കിലും ഒന്ന് പരാമർശിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടെങ്കിൽ ഞാൻ ധന്യനായി. ഇവിടെ ഇപ്പോൾ എന്താ ഭാഗ്യലക്ഷ്മി ചെയ്തിരിക്കുന്നത്? ഭാഗ്യലക്ഷ്മി ഏതാണ്ട് 3 ദശാബ്ദത്തോളം കാലം എനിക്ക് തോന്നുന്നു ശബ്ദം കൊടുത്തു. ശരിയായിരുന്നു. ഒരു കാലത്ത് അവരുടെ ശബ്ദമെന്ന് പറയുന്നത് സ്വീകാര്യമായിരുന്നു മലയാള സിനിമയ്ക്ക്. ഇപ്പോൾ വരുന്ന സിനിമകൾ അങ്ങനെ ഭാഗ്യലക്ഷ്മിയുടെ
ശബ്ദം സ്വീകരിക്കുന്ന സിനിമകളല്ല. അവരുടെ മാൻഡേറ്റും മാർക്കറ്റും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് രക്ഷയില്ലാതായപ്പോൾ സിനിമയുടെ പടിയിറങ്ങുകയാണ്. അതിന് ഞാൻ ഇന്നതുകൊണ്ടാണ് ഒരു വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ധീര പോരാളിയായിട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിക്കോട്ടെ, കഷ്ടം, അവരങ്ങനെ ചെയ്തോട്ടെ, എനിക്ക് യാതൊരു പരാതിയില്ല. നോക്കൂ, നമ്മുടെ യേശുദാസ് എന്ന് പറയുന്ന ഗന്ധർവ ഗായകൻ അല്ലെങ്കിൽ ഗാനഗന്ധർവൻ, അതിനോടും തുല്യമായിട്ടുള്ളൊരു ശബ്ദം, കരടില്ലാത്ത ശബ്ദം മറ്റാർക്കെങ്കിലും ഉണ്ടോ? എന്തേ അദ്ദേഹത്തിന് അവസാന നിമിഷങ്ങളിൽ, അവസാന നാളുകളിൽ എന്തേ ചാൻസ് നഷ്ടപ്പെട്ടു? ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്ന ഗാനരചനാ രംഗത്തെ മഹാപ്രതിഭാസത്തിന് എന്തുകൊണ്ടിപ്പോൾ ഗാനരചനയ്ക്ക് അവസരം കിട്ടുന്നില്ല? ഇതിനൊക്കെ ഒരു സമയമുണ്ട് തന്നെ. ആ സമയത്ത് അത് വേണ്ടുവോളം വെയിലുള്ളപ്പോൾ ഉണക്കാനിടുക, കാറ്റുള്ളപ്പോൾ തൂറ്റുക, ഇതൊക്കെ നമ്മുടെ നാടൻ ചൊല്ലുകളല്ലേ. അത്ര മാത്രമേ പറ്റൂ. കാലത്തിൻ്റെ ഈ വൻകുതിപ്പിൽ ഇതൊക്കെ തീരത്തടിയും കാലവും വെള്ളവും വീണ്ടും മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ യാഥാർത്ഥ്യമാണ്. എന്നതുപോലെ ഞാൻ പറയുന്നു, ഒരു പ്രായം കഴിഞ്ഞാൽ അപ്പൂപ്പന്മാരും ഒക്കെ അതിനപ്പുറവും ആയിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചുമക്കളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളുമായിട്ട് കെട്ടിപ്പിടിച്ചും മറിഞ്ഞും മരം ചുറ്റിയൊക്കെ ഈ ഡാൻസൊക്കെ കളിക്കുന്നത് വലിയ ഒരു അരോചകമായിട്ടുള്ള കാഴ്ചയാണ്. എന്നു പറഞ്ഞാൽ പ്രായമുണ്ടല്ലോ, ഈ കാലുകളെ ചെറുപ്പക്കാരുടെ കാലുകളെപ്പോലെ ഉഷാറായി ചലിപ്പിക്കുകയല്ല. നിങ്ങൾ എത്ര ജിമ്മിൽ പോയി കഴിഞ്ഞാലും കാലം അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കും. നാണം വേണം. ആരും പറയില്ല. പഴയ ഓർമ്മകൾ വെച്ചിട്ട് താരാരാധന കൊണ്ട് പലരും ഇത് കാണാൻ വേണ്ടി പോവും. ചിലപ്പോൾ ബോക്സ് ഓഫീസ് ജയിക്കും, പലതും മൂക്കുകുത്തി വീഴും. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ തനിക്ക് ചേർന്നതാണോ, തൻ്റെ പ്രായത്തിന് ചേർന്നതാണോ? എത്ര മേക്കപ്പ് കട്ടക്കിട്ട് മേക്കപ്പ് ഇട്ടാലും അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുവന്നാലും പാപത്തിൻ്റെ കറ കഴുകിക്കളയാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എത്ര മേക്കപ്പ് ഇട്ടാലും എത്ര ജിമ്മിൽ പോയാലും ശരീരം വഴങ്ങുകയില്ല കൊച്ചു പെൺകുട്ടികളോടൊപ്പം. അത് വലിയ നാണക്കേടാണ്. മഹാനടന്മാർ ഇന്നലെ ചെയ്ത വീരേതിഹാസങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് കാലത്തിൻ്റെ കയ്യൊപ്പില്ലാത്തതാകും, മൂക്കുകുത്തി വീഴുകയും ചെയ്യും. സാർ, നമ്മളിവിടെ ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് ആ അതിജീവിത മാർക്ക് വേണ്ടി ഭാഗ്യലക്ഷ്മി വാദിച്ചില്ല? അതെന്തുകൊണ്ടായിരിക്കാം? ഇതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റണ്ടുകളാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവിടെ സുഗതകുമാരി ടീച്ചറെ കുറിച്ച് അയാളുടെ അഭിപ്രായം എഴുതി വെച്ചു. വിമർശിക്കാൻ പാടില്ലാത്ത ആളാണോ സുഗതകുമാരി ടീച്ചറും? അല്ല, ഞാൻ ആരാധകനാണ്. അവരുടെ കവിതകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, അവർ ചൊല്ലുന്ന രീതി, അതിൻ്റെ റെൻഡറിങ് ഇഷ്ടമാണ് എന്ന് വിചാരിച്ച് മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. ഐ ഷാൽ ട്രൈ മൈ ബെസ്റ്റ് ടു പ്രൊട്ടക്റ്റ് ഹിസ് റൈറ്റ് ടു ക്രിട്ടിസൈസ് സുഗതകുമാരി ടീച്ചർ. അതാണ് വേണ്ടത്. അതിനെന്തായി ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ചെയ്തത്? ഞങ്ങൾ വനിതാ വിമോചന പ്രസ്താവന ആണെന്നും പോയിട്ട് ഈ മനുഷ്യൻ എണീറ്റ് നടക്കാൻ വയ്യാത്ത ഒരു പ്രായമായ മനുഷ്യനായിട്ട് ഇവരെല്ലാം കൂടെ അടിച്ചു. ഇതാണോ നിങ്ങളുടെ വനിതാ വിമോചന പ്രസ്ഥാനം? അത് നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്ന? ആ അയാളുടെ ലോഡ്ജ് മുറി പോയിട്ട് ആ പാവത്തിനായിട്ട് അടിച്ച് അതിൻ്റെ ഫോട്ടോയും എടുപ്പിച്ചിട്ട് പ്രദർശിപ്പിക്കുക, പി ദിവ്യ കാണിച്ച പോലെ. ഇതാണോ വനിതാ വിമോചന പ്രസ്ഥാനം? എന്തേ നിങ്ങൾ വേടൻ്റെ നേരെ ഇതുപോലെ അടിച്ചില്ല? അതാണ് എൻ്റെ ചോദ്യം. വേടൻ്റെ നേരെ ഇതുപോലെ അടിക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? നനഞ്ഞടം കുഴിക്കുക അല്ലേ? ഒത്തവരുടെ അടുത്ത് ഒപ്പിക്കുക, ഇതല്ലേ പരിപാടി നിങ്ങൾ ചെയ്തത്? എന്തേ മറ്റുള്ളവരുടെ നേർക്ക് പറ്റുന്നില്ല? പറ്റുമോ നിങ്ങൾക്ക്? സിനിമയിൽ വളരെ ഉണ്ട്. സിദ്ദിഖിൻ്റെ നേരെ ഇതുപോലെ പ്രയോഗിക്കുമോ? ആ കുറ്റാരോപി മുകേഷിൻ്റെ നേരെ പ്രയോഗിക്കുമോ? അപ്പോൾ ഒരുമാതിരി വീട്ടുമിടുക്ക് പോലെ. എന്നിട്ട് അവസാനം തനിക്ക് ചാൻസുകളൊക്കെ നഷ്ടപ്പെട്ട് ഇനിയൊന്നും അവിടെ നിന്ന് എടുക്കാനില്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇറങ്ങി പോകുമ്പോൾ അദ്ദേഹം ദിലീപിനെ വെച്ചൊരു സിനിമ എടുത്ത് അതിൽ പ്രതിഷേധിച്ചാണ് പോകുന്നത്. കേവലം 2 കോളം ഒരു വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരം താഴരുത്. ഇങ്ങനെ കുറേ മഹതികളുണ്ട്. പാർവതി എന്നും പറഞ്ഞിട്ടുണ്ട്. വനിതാ വിമോചന പ്രസ്ഥാനത്തിൻ്റെ മഹാമാന്ത്രിക ജാലമാണെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. ലാർജർ ദാൻ ലൈഫ് സൈസ് ഇങ്ങനെ പ്രദർശിപ്പിക്കല്ലേ ദയവ് ചെയ്തിട്ട്. ഞങ്ങൾക്കറിയാം ഇത് യഥാർത്ഥമായ മോചനം നടത്തിയ ഒരാളുണ്ട് കേരളത്തിൽ. കെ വേണു എന്ന് പറയുന്ന പഴയ നക്സലൈറ്റുകാരൻ്റെ ഭാര്യ. ഇങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, വീട്ടമ്മമാരെ പീഡിക്കുന്നവരുടെ ചെപ്പക്കുറ്റി നോക്കി കൊടുക്കാൻ തൻ്റെ ഇടമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. നമ്മളാരും അറിഞ്ഞില്ല തൃശ്ശൂരില്ല. അതുപോലെ അജിത, ആ തൻ്റെ ഇടം സൂക്ഷിക്കുന്ന ആൾ തന്നെയാണ് അജിത. ബഹുമാനിക്കുന്നു അവരുടെ പ്രസ്ഥാനങ്ങളോട് ഞാൻ യോജിക്കുന്നില്ലെങ്കിലും. അങ്ങനെയുള്ള ആൾക്കാർ വേണം. അല്ലാതെ വാർത്ത വരാൻ വേണ്ടിയിട്ട്. അതുപോലെ സിനിമയിലെ സ്ത്രീകളുടെ മാത്രം സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട പലതുമുണ്ട്. നമ്മൾ എത്രയോ പീഡന കഥകൾ, സൂര്യനെല്ലി മുതൽ തങ്കമണി വരെ, അത് നേരേറ്റും ഇവിടെ മധ്യ തിരുവിതാംകൂറിൽ വരെ
എത്രയെത്ര പീഡനങ്ങൾ എത്രയെത്ര പീഡനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചങ്ക് പൊട്ട് ഇപ്പോഴും നടക്കുന്നില്ലേ? ശക്തിയില്ലെന്ന് കണ്ടാൽ, സഹായിക്കാൻ ആളില്ലെന്ന് കണ്ടാൽ അത് ദുർബലയായ സ്ത്രീകളെ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. പുറത്തു മിണ്ടിയ നിൻ്റെ പടങ്ങൾ നാട് മുഴുവനാക്കും, അല്ലെ തട്ടിക്കളയുമെന്ന് പറയുമ്പോൾ മിണ്ടായിരിക്കുന്ന സ്ത്രീകളിലേക്കാണ് നമ്മുടെ സ്ത്രീ വിമോചന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ പോകുന്നത്. അല്ല മാതൃഭൂമി മാഴ്ചപ്പതിപ്പിട്ട് ഇങ്ങനെ വലിയ നീണ്ട ലേഖനങ്ങളും തെറിയും എഴുതി വെക്കുന്നതുകൊണ്ടല്ല, അത് എന്തുകൊണ്ടല്ല, തെറി അങ്ങോട്ട് പച്ചത്തെറിയായിട്ട് നോവൽ എഴുതുന്നതുകൊണ്ടുമല്ല, അവരിലേക്ക് നമ്മൾ നമ്മുടെ സ്വന്തം കാലുകൾ കൊണ്ട് സഞ്ചരിക്കുക പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള സ്ത്രീ വിമോചനം ഉണ്ടാവുന്നത്. നോക്കൂ, പ്രതിരോധ കർമ്മസേന പോലൊന്നും ഉണ്ടാക്കിക്കൊണ്ട് ഈ വീടുകളിൽ പോയി ആ സ്ത്രീകളെ രക്ഷിക്കാൻ, ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ, ആ ശിശുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രസ്ഥാനമായിട്ട് വിടട്ടെ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതാണ് യഥാർത്ഥ പ്രസ്ഥാനം. അല്ലാതെ ഇത് ചുമ്മാ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റണ്ടായിട്ട് മാറുന്നതിനെ വിമോചന പ്രസ്ഥാനമെന്ന് പറയാൻ നാണമുണ്ട്.